Hi everybody, welcome to Jessa Learning Room. ഓക്കെ, ഇന്നിവിടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് ഒരു C++ പ്രോഗ്രാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ആൻഡ്രോയിഡ് ഫോണിൽ ടൈപ്പ് ചെയ്ത് നമ്മൾക്ക് ഔട്ട്പുട്ട് കാണാൻ പറ്റുന്നത് എന്നാണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഒരു ആപ്പ് കാണാൻ കഴിയും, C++ കോഡിംഗ് എന്നുള്ള. ഈ ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ആപ്പ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, C++ കോഡിംഗ് എന്നുള്ള ആപ്പ് നിങ്ങൾക്ക് തുറക്കുമ്പോൾ ഒരു ബ്ലാക്ക് സ്ക്രീന് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കാണാൻ കഴിയും. ഇത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ ഫസ്റ്റ് തുറക്കുമ്പോൾ നമ്മൾക്കൊരു ഹലോ വെൽക്കം ഹലോ എന്നുള്ള ഒരു പ്രോഗ്രാം ഒരു ഹലോ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കാണാൻ കഴിയുക. ഞാൻ ഒന്നും കൂടിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യാൻ വെച്ചതാണ്. ഓക്കെ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിനെ ഡിലീറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു സിമ്പിൾ പ്രോഗ്രാം എന്താണ്, ഒരു എന്നുള്ള ഒന്ന് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം. നമ്മൾ ഇപ്പോൾ തന്നെ ക്യാരക്ടർ എടുക്കണ്ട. ഓക്കെ, ഞാനിവിടെ ഇൻക്ലൂഡ് IOStream യൂസ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ട് ഇൻഡ് ഒന്ന് കൊടുത്തു, ഇൻഡ് മെയിൻ ഔട്ട്. ഇത് തുറന്നേക്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ നമുക്ക് ഉള്ളത് എഡിറ്റ് ചെയ്ത് ചെയ്യാം. ജസ്റ്റ് ചെയ്യുക, റൺ ചെയ്യുക, അതേപോലെ സേവ് ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഇൻഡ് കൊടുത്തു, ഇൻഡ് മെയിൻ ഔട്ട്, എൻ്റർ യുവർ നെയിം എന്നുള്ളിടത്ത് ഞാനെന്ത് ഇതേപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്താൽ മതി. എൻ്റർ യുവർ, അതായത് എന്താണ്, ഏത് വരെയാണ് നിങ്ങൾക്ക് കാണേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ യുവർ ലിമിറ്റ് എത്ര വരെയാണ് ലിമിറ്റ്. അപ്പോൾ നമ്മളിവിടെ ഒരു 0 മുതൽ എത്ര വരെ വേണം, ഒരു 100 വരെ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇവിടെ CN എന്നുള്ളിടത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, അറേയാണ് കേട്ടോ. അറേ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്തതാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇവിടെ ടാബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ആപ്പിലും നിങ്ങൾക്കത് എന്ന് പറയുമ്പോൾ എനിക്കിവിടെ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ എന്നുള്ള എഴുതാൻ ഒരു നടുവിൽ, അതായത് സെൻട്രലായിട്ട് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ I=0 ഇവിടെ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെന്ന് നോക്കും. -n=100 I++ എൻ്റർ യുവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, ലിമിറ്റ് എൻ്റർ വരുന്നുണ്ട്. അപ്പോൾ 100 ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എൻ്റർ യുവർ ലിമിറ്റ് എന്നുള്ളത് ആവശ്യമില്ല. നമ്മൾക്ക് എന്താണ് CN അപ്പോൾ ഇവിടെ എൻ്റർ യുവർ ലിമിറ്റിന് പകരം ഞാനിവിടെ എന്ത് എഴുതുന്നു, എൻ്റർ യുവർ നമ്പേഴ്സ് നമ്മൾക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ 100 നമ്പറൊക്കെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് 10 നമ്പർ എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ CN ൽ നമ്മൾക്കിവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് മുന്നേ നമ്മൾക്ക് എന്താണ് അറേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്താണ് ചെയ്യുന്നത്, എന്താണ് നമ്മൾക്ക് ടൈപ്പ് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് റിസൾട്ട് വരേണ്ടത്, ആ റിസൾട്ട് വരുന്നതിന് എന്തൊക്കെ വേരിയബിൾ ആവശ്യമുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനിവിടെ അറേയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് വേണം, ഒരു അറേ ആദ്യം ഡിക്ലെയർ ചെയ്യണം. അത് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അറേക്ക് വേണ്ടി ഞാൻ A10 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, സെമിക്കോളനൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടി സെമിക്കോളനൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു, ഇൻഡ് മെയിൻ. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് കമ്പൈലർ പറഞ്ഞുതരും. എൻ്റെ യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് I=0 മുതൽ 10 വരെയുള്ള ടൈപ്പ് ചെയ്തു, CN ഇനി ഇന്ന് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത നമ്പർ എന്ത് വേണം, ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഞാൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം, അവിടെ ഡിസ്പ്ലേ ആവണം. അപ്പോൾ ഇവിടെ ഡബിൾ കോഡ്സിൽ എഴുതി I=0 I=10 I++ വരുമ്പോൾ സെമിക്കോളനൊന്നും ഇട്ടാൽ മറക്കരുത്. ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ താഴോട്ട് വരണം. ഇവിടെ ഈ ബ്ലാക്ക് ഷെഡിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തെറ്റൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്, പക്ഷേ തെറ്റുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ റൺ എന്നുള്ള ചെയ്യുമ്പോൾ നമുക്കവിടെ കമ്പൈലിംഗ് എന്നുള്ള ഒരു ഭാഗം വരും. അപ്പോൾ കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും ഇല്ലാത്ത കാരണമാണ് നമ്മൾക്ക് എന്താണ് സിൻടാക്സ് എററൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീന്. എൻ്റെ യുവർ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു. എൻ്റെ യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 മതിയോ, ഇല്ല, നമുക്ക് 10 എണ്ണം എൻ്റർ ചെയ്യാം. 2 3
4 5 6 7 8 9 10. ഇനി നമ്മൾ ഇനി എൻട്രി ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അതായത് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 2 3 4 5 6 7 8 9 10 നോക്ക്. നമുക്കിവിടെ ഒരു ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്ത കാരണം നമുക്ക് എപ്പോഴും എൻട്രി ചെയ്തിട്ട് വേണം. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവർ 1 2 3 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. 0 അവർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് 0 എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിൽ ഓപ്ഷൻസ്, അതായത് നമ്മൾക്ക് ഔട്ട്പുട്ട് സ്ക്രീനിൽ ഇവിടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ കഴിയും. നമുക്കൊന്നും കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാം. ഇവിടെ i = 0 മുതൽ i <= ഇവിടെ 0, നമ്മൾക്ക് 0 മുതൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 0 ഡിസ്പ്ലേ ചെയ്യുന്നു അല്ലേ. Cout i of 0 എന്ന് പറഞ്ഞാൽ a of 0. അപ്പോൾ ഇവിടെ i ആണ് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്തത്. അതാണ് അവിടുത്തെ തെറ്റ് വരുന്നത്. i ആണ് ഇവിടെ പ്രിൻറ്റ്. നമുക്ക് എന്ത് വേണം, a of i ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണമാണ് നമ്മൾക്ക് എന്താണ് അവിടെ അങ്ങനെ ഒരു റിസൾട്ട് വരാൻ കാരണം. അപ്പോൾ a of i എന്ന് കൊടുക്കുന്നു. a of i എന്ന് കൊടുത്തു. ഇനി നമുക്ക് നോക്കാം റൺ ചെയ്യുമ്പോൾ എന്താ വരിക നോക്കാം. കമ്പൈൽ ചെയ്യുന്നു. വീണ്ടും എൻ്റർ യുവർ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ഒരു വൃത്തിയിലൊക്കെ എഴുതാം. 1 2 3 4 5 6 7 8 9 അടുത്തെന്താണ് 10. ഓക്കെ, പക്ഷെ ഒരു 0 മുതൽ 10 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താണ് 0 മുതൽ 10 10 ഈക്വലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻഡെക്സ് തുടങ്ങും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് 10 നമ്പേഴ്സ് അല്ലേ വേണ്ടിയുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആ 11ാമത്തെ നമ്പർ വരാൻ കാരണം. ഞാനിവിടെ 11 എന്ന് അടിച്ചപ്പോഴും അവർ 1 2 3 മുതൽ 10 കഴിഞ്ഞു 11 എന്നല്ല വന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്, a of iയിൽ നമ്മൾ കൊടുത്തപ്പോൾ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, മാറ്റി കൊടുത്ത് നോക്കാം. ഇവിടെ തെറ്റൊന്നുമില്ലല്ലോ. i <= 10 നമുക്ക് ഈക്വലിറ്റി വേണ്ട, i <= 10 ആവുക. നമുക്ക് ഇതിലിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തെറ്റിച്ച് നിങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. a of 10 തന്നെയാണ് കൊടുത്തത് എന്നൊക്കെ നോക്കുക. i = 0 മുതൽ 10 വരെ ഒരു a of i കൊടുത്തു നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ചെയ്ത് നോക്കാം. നമ്പേഴ്സ് ഓക്കെ, ഒന്നും കൂടി ചെയ്ത് നോക്കാം. നമുക്ക് വേറെ വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് കൊടുക്കാം. എൻ്റെ യുവർ നമ്പേഴ്സ് 12 56 89 70 56 ഓയോ 2 പ്രാവശ്യം. ഓക്കെ, 34 23 77 88 44. ഓ മൈ ഗോഡ്, ഇവിടെ എന്താ നമുക്ക് സംഭവിച്ചത്? കറക്റ്റ് വന്നു. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയൊക്കെ 12 ആദ്യം വന്നു, 56 വന്നു, 89 വന്നു, 70 വന്നു. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഒരു വൃത്തിയില്ലാത്ത പോലെ അല്ലേ, ഇങ്ങനെ ഒരുമിച്ച് വരുന്നത്. അതിന് നമുക്ക് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗമുണ്ട്. എന്താന്ന് നോക്കാം. ഓക്കെ, ബാക്ക് അടിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്പേഴ്സാണ് Cout a of i എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാസ്കാഡിങ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് കാസ്കാഡിങ് ഔട്ട്പുട്ട് ഓപ്പറേറ്ററിൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ /n എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. /n. ഓക്കെ, ഇവിടുന്ന് എടുക്കാം. /n എന്ന് കൊടുക്കാം. /n പ്രത്യേകത എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. /n എന്താണ്, /n അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ടാബ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടി ഇവിടെ /n എന്നുള്ളതും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് റൺ എന്ന് കൊടുക്കുന്നു. കമ്പൈലിങ് എൻ്റെ യുവർ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പോലെ വേറെ വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് കൊടുത്തു. 3 ഉള്ളതും ഒരു ഭംഗിയുള്ള നമ്പേഴ്സ് കൊടുക്കാം അല്ലേ. 9 44 77 22 9 7 ഓക്കെ, കുഴപ്പമില്ല. 90 56. ഓക്കെ, കറക്റ്റ്. അതായത് നമുക്ക് മേലത്തെ കാണണമെങ്കിൽ നമുക്ക് 33 66 കണ്ടാ എങ്ങനെ വന്നതെന്ന് നോക്കിയൊക്കെ ആ അടുത്ത് എൻ്റർ ചെയ്ത അതേ നമ്പർ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോഗ്രാംസ് ഓരോന്നും ചെയ്ത് എനിക്ക് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒരു കുട്ടി ഓരോ പ്രോഗ്രാം വീതം കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.